الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം തൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് ഓരോരുത്തർക്കും വിജയവും സമാധാനവും രക്ഷയും ലഭിക്കുകയുള്ളൂ. അത്തരം യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരധ്യായമാണ് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. മരണാസന്നനായിരിക്കെ അദ്ദേഹം കട്ടിലിൽ കിടന്ന് കരയുന്നു. ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് കിടക്കുകയാണ്. മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ചുറ്റും കൂടിയിരിക്കുന്നു. അദ്ദേഹം കരയുന്നത് കണ്ട് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ മകൻ, യാ അബത്താഹു അമ്മാ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദ, പ്രിയപ്പെട്ട ഉപ്പ, താങ്കൾക്ക് എന്തെന്തെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്? എന്നിട്ടും താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? 3 തവണ മകൻ ആ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു,
ഇന്ന അഫ്ളല മാ നുഇദു ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മികച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്, ഷഹാദത്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടം ലഖദ് റഅയ്തനി വമാ അഹദുൻ അശദ്ദു ബുഗ്ളൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം എൻ്റെ കണ്ണിന് മുന്നിൽ എനിക്ക് വെറുക്കപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നില്ല. വലാ അഹബ്ബ ഇലയ്യ അൻ അകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഫഖതൽതുഹു. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരികയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, താല്പര്യമുള്ള കാര്യം. ഫലൗ മിത്തു അലാ തിൽക്കൽ ഹാൽ. ആ സന്ദർഭത്തിൽ, ആ ഹാലിലായിരിക്കെ ഞാനെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിൻ നാർ, ഞാൻ തീർച്ചയായും നരകാവകാശികളിൽ പെടുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം മകനോട് പറയുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിന് മുമ്പ് അങ്ങനെ ഒരു ഘട്ടമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു മക്കയിൽ. കുറേയധികം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് ഇസ്ലാമിൽ നിലനിൽക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രയാസമായി തീർന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനപ്രകാരം കുറച്ച് ആളുകൾ അബുസീനിയയിലേക്ക് ഹിജ്റ പോകുന്നത്. കഥ നമുക്കറിയാവുന്നതാണ്. ആ അബുസീനിയയിലേക്ക് ഹിജ്റ പോയ ആളുകളെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അബുസീനിയയിലെ എത്തോബിയിലെ രാജാവായ നജ്ജാശിയുടെ അടുത്തേക്ക്, നേഗസിന്റെ അടുത്തേക്ക് ഖുറൈശികൾ കുതന്ത്രങ്ങളുമായി അയച്ചത് അബ്ദുല്ലാഹി ഇബ്നു അബീ റബീഅയെയും അദ്ദേഹത്തിന്റെ കൂടെ അംർ ഇബ്നുൽ ആസിനെയും ആയിരുന്നു. നബിക്കും ഇസ്ലാമിനുമെതിരെ ദാറുന്നദവയിൽ ഖുറൈശി പ്രമുഖർ വലിയ കുതന്ത്രങ്ങൾ, ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെപ്പോഴും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അംർ ഇബ്നുൽ ആസ്. നല്ല വാക്ചാതുരിയുള്ള പ്രഭാഷകനും കവിയുമായിരുന്നു. അതുകൊണ്ട് മക്കയിൽ ഇസ്ലാമിനെതിരെ അദ്ദേഹം ഒരുപാട് പാടിയിട്ടുണ്ട്. നബിക്കും ഇസ്ലാമിനുമെതിരെ അദ്ദേഹം ഒരുപാട് പ്രഭാഷണവും മക്കയിൽ നിർവഹിച്ചിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തിനെതിരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യുദ്ധം നയിച്ചവരിൽ ഒരാളായിരുന്നു, കുതിരപ്പടയുടെ നേതാവുകളിൽ ഒരാളായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അഹ്സാബ് യുദ്ധത്തിൽ അഥവാ ഖന്തഖ് യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം ഹിജ്റ 7-ാം വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഫലമ്മാ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി ആതൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാമിനെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഫഖുൽതു ബുസിത് യമീനിക ഫലാ ഉബായിയുക. പ്രവാചകരെ, താങ്കളുടെ വലത് കൈ നീട്ടൂ, ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യട്ടെ. ഫബസത യമീനുഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വലത്തെ കൈ നീട്ടി. ഫഖബദതു യദി. അപ്പോൾ അംർ ഇബ്നുൽ ആസ് തന്റെ കൈ പിൻവലിച്ചു. മാലക യാ അംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്തേ അംറേ നിനക്ക് പറ്റിയത്? ഖുൽതു അറദ്തു അൻ അസ്തരിത. അപ്പോൾ നബിയോട് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്. ഖാല തസ്തരിതു ബിമാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എന്തെല്ലാം നിബന്ധനകളാണ് നിനക്കുള്ളത്? ഖുൽതു അൻ യഗ്ഫിറ ലി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരണം, അതെല്ലാം മായ്ച്ചു കളയണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. അംറേ, നിനക്കറിയില്ലേ ഇസ്ലാമിലേക്ക് ഒരാൾ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളെല്ലാം മായ്ച്ചു കളയുമെന്ന്. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ.
അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരാൾ ഹിജ്റ ചെയ്തിട്ടുണ്ട് എങ്കിൽ മുൻകാലങ്ങളിൽ സംഭവിച്ചതെല്ലാം മായ്ച്ചു കളയും. വഅന്നൽ ഹജ്ജ യഹ്ദിമ മാ കാന ഖബ്ലഹു. അതേപോലെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ മുൻകാലങ്ങളിലെല്ലാം ഉള്ളത് മായ്ച്ചു കളയുമെന്നും അമ്രേ നിനക്കറിയില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമേ അദ്ദേഹം പറഞ്ഞുള്ളൂ, എൻ്റെ ആ ജീവിതം എൻ്റെ റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളയണം, അത് പൊറുക്കപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാല ജീവിതങ്ങളിലെ എല്ലാ പാപങ്ങളും പൊറുക്കുന്നതിന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇസ്ലാം സ്വീകരിക്കുക, ഹിജ്റ ചെയ്യുക, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും ചില സാമ്യങ്ങളുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ത്യാഗമുള്ള കാര്യങ്ങളാണ് ഇത് 3. ഒന്നാമത്തേതും രണ്ടാമത്തേതും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, അവരുടെയൊക്കെ ശത്രുത ഏറ്റുവാങ്ങുകയായിരിക്കും അന്നും ഇന്നും. നമ്മൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പലതും ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഹിജ്റ എന്ന് പറഞ്ഞാൽ നാടും വീടും നമ്മൾ നേടിയതും നമ്മുടെ അഡ്രസ്സ് തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹജ്ജിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുമ്പൊക്കെ ഹജ്ജിനെ പോയതിനെ സംബന്ധിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാതെയാണ് എല്ലാവരും യാത്ര പോവുക, മരുഭൂമികളിലൂടെ, അതുപോലെ തന്നെ ലോഞ്ചുകളിലൂടെ, കടൽ കടന്ന്. അവരുടെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും ഇനിയൊരിക്കലും തിരിച്ചു വരികയില്ല എന്ന ആഗ്രഹത്തോടു കൂടി, എന്ന പ്രതീക്ഷയോടു കൂടിയാണ്, കരുതിയിട്ടാണ് പോവാറുള്ളത്. അന്ന് പക്ഷെ ഹജ്ജിന് പോകുന്ന ആളുകൾ സാമാന്യനെ കുറവായിരുന്നു ആളുകൾ. ഇന്ന് ധാരാളം ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു, യാത്രാ സൗകര്യങ്ങൾ കൂടി. അതേസമയം യാത്രാ സൗകര്യങ്ങൾ കൂടുകയും ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോഴും പോയവർക്കറിയാം, അതിന്റെ അനുഭവങ്ങൾ കേട്ടവർക്കറിയാം, ഹജ്ജ് ചെയ്ത് പൂർത്തീകരിച്ച് തിരിച്ചു വരിക എന്നുള്ളത് ഇന്നും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്തിനെ സമ്പൂർണമായി ശുദ്ധീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഹജ്ജിന് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും മുസ്ലിങ്ങളായി ജനിച്ച ആളുകളാണ്. ആ സംഭവത്തിന്റെ അവസാനത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാം സ്വീകരണത്തിന് ശേഷം സുമ്മ വലീന അശ്യാഅ മാ അദ്രി മാ ഹാലി ഫിഹാ, അതിനുശേഷം പല ഉത്തരവാദിത്തങ്ങളും പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇസ്ലാമിലേക്ക് പിറന്നു വീണവരോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ ആണ് നമ്മൾ ഓരോരുത്തരും. ഹിജ്റ എന്ന് പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ ഒരു വിദൂര സാധ്യതയോ മാത്രമായിരിക്കും. അപ്പൊ വിശുദ്ധിയോടുകൂടി ഒരു പാപവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹജ്ജ് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല സൽക്കർമ്മങ്ങൾക്കും അമൽ സ്വാലിഹാത്തുകൾക്കുമുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറഫ നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ അറഫ മുതൽ അറഫ വരെയുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ ജുമുഅ മുതൽ ജുമുഅ വരെയുള്ള പാപങ്ങൾ, ഒരു വർഷം മുന്നോട്ടും പിന്നോട്ടുമുള്ള പാപങ്ങളെല്ലാം പുറത്തു തരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പൊറുക്കും, മുമ്പ് കഴിഞ്ഞു പോയത് അത്രയും പൊതുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹജ്ജിനെ കുറിച്ച് മാത്രമാണ്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലത്തുഹു ഉമ്മുഹു. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചു, അതേപോലെ തന്നെ ആ സന്ദർഭങ്ങളിൽ അശ്ലീലമായ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വിട്ടുനിന്നു, ഒരു വിധത്തിലുള്ള പാപങ്ങളും ആ സന്ദർഭത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ റജഅ കയൗമിൻ വലത്തുഹു ഉമ്മുഹു. ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ അത് എത്രത്തോളം നിഷ്കളങ്കനാണോ പാപരഹിതനാണോ അതേപോലെയായിരിക്കും ഹജ്ജ് നിർവഹിച്ച ഒരാളുടെ അവസ്ഥ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി നമ്മുടെ നാട്ടിൽ നിന്നും ആ മഹാഭാഗ്യം ലഭിച്ച ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി
മക്കയിലേക്ക് പോവുകയുണ്ടായി, വിശുദ്ധ ഭൂമിയിലേക്ക് പോയി. ഇവിടെ അവശേഷിക്കുന്നത് നമ്മളാണ്. എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്? നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും, പദ്ധതി ആസൂത്രണം ചെയ്യും. നമ്മൾ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടുമിക്കും നമ്മളെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും ദൈനംദിന കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. നമ്മൾ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും പണച്ചെലവുള്ള കാര്യങ്ങളായിരിക്കും. വീട് നിർമ്മിക്കുക, വീട് പൊളിച്ച് നന്നാക്കുക, അതല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കുക, മക്കളുടെ പഠനം, മക്കളുടെ വിവാഹം, ഇങ്ങനെ കാശിന് ചെലവുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം നമ്മുടെ ഒരു ഭാവി പദ്ധതിയിൽ ഉൾപ്പെടുത്താറുള്ളത്. അതേസമയം ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ഭാവി പദ്ധതികളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പണച്ചെലവുള്ള ഹജ്ജ് നമ്മുടെ ഈ ആസൂത്രണത്തിൽ ഇടം പിടിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതായിട്ടാണല്ലോ നമ്മൾ ഹജ്ജ് എണ്ണുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ എന്നാണ്. ഇസ്ലാം ആകുന്ന ഈ കെട്ടിടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 5 സ്തംഭങ്ങളിലാണ്. 1, 2, 3, 4 നമുക്കറിയാം. 5 സ്തംഭങ്ങളിലാണ് എങ്കിൽ 5-ാമത്തെ സ്തംഭം ഇല്ല എങ്കിൽ ആ കെട്ടിടം പൂർണ്ണമാവുകയില്ലല്ലോ. ആ ഭാഗം ദുർബലമായിരിക്കും, അങ്ങോട്ടത് ചായാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇസ്ലാമികമായി കെട്ടിപ്പടുക്കപ്പെടുന്നത് ഹജ്ജ് എന്ന് പറയുന്ന ഒന്നുകൂടി നിർവഹിക്കപ്പെടുമ്പോഴാണ്. അതേസമയം ആ ഹജ്ജ് നിർവഹിക്കുന്നതിന് ചില ഉപാധികൾ പൂർത്തീകരിക്കണം. നമ്മൾ മദ്രസയിൽ പഠിച്ചത് പ്രകാരം ശാരീരികമായും വഴിയാലും അതേപോലെ തന്നെ സാമ്പത്തികമായും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്ന ഉപാധി പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഹജ്ജ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന്, നമ്മുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവായി പോകാൻ പാടില്ലാത്തതാണ്. നമസ്കാരം പോലെ, സകാത്ത് പോലെ, അതേപോലെ തന്നെ നോമ്പ് പോലെ നമ്മൾ അനിവാര്യമായി നിർവഹിക്കേണ്ട, പൂർത്തിയാക്കേണ്ട ഒരു ബാധ്യതയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ചില മുസ്ലിം നാടുകളിലൊക്കെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഹജ്ജ് നിർവഹിക്കുന്ന ആവശ്യമായ ഫണ്ട് ശേഖരണം തുടങ്ങും എന്നുള്ളതാണ്. മലേഷ്യ എന്ന് പറയുന്ന നാട് നമുക്കറിയാം. ഒരുപാട് മുസ്ലിങ്ങൾ, ധാരാളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ താമൂങ് ഹാജി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പിൽഗ്രിം ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡിൽ കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് മാതാപിതാക്കളുടെ വരുമാനത്തിൽ നിന്ന് ചെറിയ സംഖ്യ ഓരോ മാസവും അതിലേക്ക് അങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുട്ടി വലുതായി ഹജ്ജൊക്കെ ചെയ്യാനാകുന്ന പ്രായമാകുമ്പോഴേക്കും ഹജ്ജിനുള്ള ഒരു കാശൊക്കെ അവൻ്റെ അടുത്ത് ഒത്തു വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്, അത്യാവശ്യമായിട്ടുണ്ടായിരിക്കും. അതേപോലെ ഇന്തോനേഷ്യ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ്. അവിടെയുമുണ്ട് താമുങ്ങാൻ ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അവിടെ 20-30 വർഷം വരെയാണ് ഒരു ഹജ്ജിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ജനിക്കുന്നതോടുകൂടി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അങ്ങനെ 10, 20, 30 ഒക്കെ വർഷമാകുമ്പോഴേക്കും ഇതിനുള്ള ഹജ്ജ് ലിസ്റ്റിൽ മുകളിലേക്ക് കയറി വരുന്നു. അതോടൊപ്പം തന്നെ ഈ വെയിറ്റിംഗ് പീരീഡിനകത്ത് ഒരു ഹജ്ജ് സേവിങ്സ് അക്കൗണ്ടും രക്ഷിതാക്കൾ തുടങ്ങിയിരിക്കും. അവരുടെ വരുമാനത്തിൽ നിന്ന് അതിലേക്ക് അങ്ങനെ കാശ് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്ന പല രീതികളും. ഇപ്പൊ അറബ് നാടുകളിലൊക്കെ ഒരു പ്രത്യേക ഒട്ടകത്തെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൃഷിസ്ഥലത്തെയോ ഒക്കെ ഹജ്ജിന് വേണ്ടി നേർച്ച നേരുകയും നിശ്ചയിച്ചു വെക്കുകയും എന്നിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഹജ്ജിന് വേണ്ടി നീക്കിവെക്കുകയും ഹജ്ജ് നിർവഹണത്തിന്റെ ഒരു ഭാഗം അതിൽ നിന്നുള്ള വരുമാനത്തിലൊക്കെ ആക്കുന്ന രീതികൾ നമ്മൾ ഒരുപക്ഷെ പലയിടത്തും വായിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്ന ഹജ്ജ് കുടുക്കകൾ എന്നൊക്കെ പറയുന്ന ഏർപ്പാട്, ഹജ്ജിന് വേണ്ടി സമ്പാദിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിനകത്ത് ഒരു വലിയ ലക്ഷ്യമായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസികമായ ഒരുക്കം ജീവിതത്തിൽ ഉടനീളം അതിനെ സംബന്ധിച്ചുണ്ടാകുന്നു. ഞാൻ ഭാവിയിൽ അള്ളാഹുവിന്റെ ഭവനം മസ്ജിദുൽ ഹറം സന്ദർശിക്കേണ്ടവനാണ് എന്നൊരു വലിയ ബോധ്യം ആ കുടുക്ക കാണുമ്പോൾ തന്നെ, ആ നിക്ഷേപം കാണുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സിൽ തുടക്കം മുതലേ വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ടായിരിക്കും. അത് പതിയാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് സാമ്പത്തിക ഭാരം കുറയുന്നു. 5-8 ലക്ഷം ഉറുപ്യ വേണമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കേണ്ടതില്ല, അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത് ജീവിത ലക്ഷ്യമായിട്ട് അത്തരമൊരു സംവിധാനം മാറും എന്നുള്ളതാണ്. നമ്മൾ വീട് വെക്കാന്, വാഹനം വാങ്ങാന്,
അതേപോലെ തന്നെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ സമ്പാദിക്കുന്നത് പോലെ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ആ സമൂഹത്തിന് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ബാധ്യതകളും കഴിഞ്ഞ്, ജീവിതത്തിന്റെ എല്ലാം കഴിഞ്ഞ് എന്നിട്ടേ നമ്മൾ ഹജ്ജ് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നുകൊള്ളണം എന്നില്ല. വലിയ രോഗങ്ങളിലേക്കോ അതല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് തന്നെയോ വിട പറയാവുന്ന നമ്മുടെ അവധിയും നമ്മുടെ വിധിയും നമുക്കറിയില്ലല്ലോ. അതേപോലെ തന്നെ സാമ്പത്തികമായും ശാരീരികവുമായും കഴിവുള്ളവർക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളത് എങ്കിലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഹജ്ജ് ഞാൻ നിർവഹിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരിക്കണം. അത് കുറച്ച് പൈസ ഉണ്ടായ ആളുകൾക്ക് ഉള്ളതാണ്, ഞാനിപ്പോൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ എന്നല്ല നമ്മൾ വിചാരിക്കണം. ഹജ്ജ് എന്ന് പറഞ്ഞ ഇസ്ലാം കാര്യങ്ങളിൽ 5-ാമത്തേതായിട്ട് ദീനുൽ ഇസ്ലാം എണ്ണിയിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയെങ്കിലും നിർവഹിക്കണമല്ലോ, അവിടെ നിന്ന് പോകണമല്ലോ എന്നൊരു ആഗ്രഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായിരിക്കണം ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആശങ്ക എന്തായിരിക്കും? ഏത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയാകണമെന്നില്ല, ഒരു ഈമാന്റെ അടുത്തു കൂടി പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളായിരിക്കും. പക്ഷെ ഒരാൾ ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി അതെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി അയാൾക്ക് പോകാൻ സാധിക്കും, അള്ളാഹുവിനെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഏതാണ് പ്രവാചകരെ? ഖാല ഈമാനും ബില്ലാഹി വ റസൂലിഹി. ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഈമാനും അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള ഈമാനാണ്. സുമ്മ മാദാ, അപ്പൊ ചോദിച്ചു പിന്നെ ഏതാണ്? ജിഹാദും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളാണ്, അധ്വാനമാണ്. ഖീല സുമ്മ മാദാ, പിന്നെയും ചോദിച്ചു ഏതാണ്? അൽ ഹജ്ജുൻ മബ്റൂറുൻ, സ്വീകാര്യമായ പുണ്യകരമായ ഹജ്ജാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു അറഫ നോമ്പിനുള്ള പ്രതിഫലം, ഒരു അറഫ മുതൽ മറ്റേ അറഫ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അതുപോലെ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ പൊറുക്കപ്പെടും എന്നാണ്. ആ ഹദീസുകളെല്ലാം വെച്ചിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറയുന്നത്, മറ്റെല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. ഹജ്ജിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമേ ഇല്ല, നമ്മുടെ വൻപാപങ്ങൾ അടക്കം പൊറുക്കപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, പുണ്യത്തോടു കൂടി ഹജ്ജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹിമാ, ഒരാൾ ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉംറ മുതൽ അടുത്ത ഉംറ അയാൾ ചെയ്യുന്നത് വരെ അതിനിടക്കുള്ള പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇലൽ ജന്ന, അതേസമയം ഹജ്ജിനാണെങ്കിലോ അതിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. നമ്മൾ പണ്ട് കൊല്ലന്റെ ഒക്കെ ആല ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരിക്കും. ഈ ലോഹങ്ങൾ ആദ്യം നന്നായിട്ട് നല്ല ചൂടിൽ ഇങ്ങനെ തിളപ്പിച്ചു കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് പറയാറുള്ളത് അതിന്റെ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി എന്നാണ്, അതിലെ വെടക്ക് ഒഴിവാക്കി അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെയാണ് ഹജ്ജിനെ സംബന്ധിച്ചും. അൽ കീറു ഖബസൽ ഹദീദി വൽ സഹബി വൽ ഫില്ല വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂറ സവാബുൻ ഇലൽ ജന്ന, ഒരു ഉല ലോഹത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ മനുഷ്യനെ ഹജ്ജും ശുദ്ധീകരിക്കുന്നു. അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, മനുഷ്യരുടെ ബാധ്യതയാണ് സാധിക്കുന്ന ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ യഹൂദിയോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയി മരിച്ചോട്ടെ എന്നാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. മറ്റൊന്നാണ് കഅബ, മക്ക എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ നാട്ടിൽ നമ്മൾ എത്തുക. എന്താ ഈ നമ്മളെല്ലാവരും അങ്ങേയറ്റം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ മയ്യിത്ത് നമസ്കരിക്കുമല്ലോ. നമുക്ക് വലിയ സങ്കടമുണ്ടായിരിക്കും, വലിയ പ്രയാസമുണ്ടായിരിക്കും. അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ ബാധ്യതയാണ് മയ്യിത്ത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞയക്കുക എന്നുള്ളത്. അതിലാദ്യം നമ്മൾ ഫാത്തിഹ ഓതും. നമുക്ക് പ്രിയപ്പെട്ടവരാണ്, നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തവരായിരിക്കും, നമ്മുടെ താങ്ങും തണലുമായിരിക്കും, നമ്മുടെ ഹൃദയഭാജനവും കരളിന്റെ കഷ്ണവും ഒക്കെ ആയിരിക്കും. എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ അങ്ങോട്ട് കടക്കാവൂ. അതാണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്ഥാനത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത്. അതിനുശേഷമേ മറ്റാരുമുള്ളൂ. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്ത സ്ഥലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബവും അവർ ജീവിച്ച സ്ഥലം, അവിടെ പോയി കാണുക, അത് കാണുക, അവിടെ ഒന്ന് കാലുകുത്തുക. അത് എത്തുന്നതോടുകൂടി ഇനി ഹജ്ജ് ചെയ്യാത്ത ഉംറ ചെയ്ത ആളുകൾക്കറിയാം എത്ര പാട്ടുകളാണ് മലയാളത്തിലുള്ളത്. മാപ്പിളപ്പാട്ടുകളും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളും. റൗള ഷരീഫ് കാണുന്ന, കഅബയിൽ എത്തുന്നതും അതേപോലെ തന്നെ ഹറമിൽ എത്തുന്നതും. അപ്പൊ അങ്ങനെ ഒരു മോഹം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹറമിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 നമസ്കാരത്തിന്റെ പ്രതിഫലമാണ്. മാത്തമാറ്റിക്കലി നമ്മളതൊന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 55 വർഷം നമ്മൾ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ഒരു വക്തിന് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിൽ പലതിനും വേണ്ടി പണം ചെലവാക്കും. ചെലവാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വീട്ടിലൊരു ഷെഡ് ഉണ്ടാക്കി, അതിലൊരു വീടുണ്ടാക്കി, വീടൊന്ന് പുതുക്കി പണിതു, അല്ലെങ്കിൽ ഒന്ന് കോമ്പൗണ്ടിന് മതിൽ വെച്ചു. എന്നിട്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് ഏതെങ്കിലും ഒരു ഭാഗത്തെ സംബന്ധിച്ച് എന്തിനാ ഞാൻ അതൊക്കെ ചെയ്തത്, കുറെ പൈസ അങ്ങോട്ട് ചെലവാക്കി, ഏത് സംഭവത്തെക്കുറിച്ച് നമുക്ക് തോന്നും. കുറെ ന്യായങ്ങളൊക്കെ അതിനുണ്ടാക്കി എന്നാലും തോന്നും. പക്ഷെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തിനാ ഞാൻ ആ പൈസ ചെലവാക്കിയത് എന്നൊരിക്കലും തോന്നുന്നില്ല. ഒരു വിഷമവും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്നോടെന്ന പോലെ നിങ്ങളോടാണ്. ഹജ്ജ് ചെയ്യുക, അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉണ്ടായിരിക്കും. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ ദുആകളിൽ അത് ഉണ്ടായിരിക്കുമല്ലോ. പടച്ചോനെ, ഹജ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് നീ നൽകണമേ, അതിനാവശ്യമുള്ള സാമ്പത്തിക ശാരീരികമായ സുഖം, ആഫിയത്ത് എനിക്ക് നൽകണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുക. ആ പ്രാർത്ഥനയുടെ ഭാഗമാകണമെന്നൊരു നിതാന്തമായ ആഗ്രഹമായി, അടങ്ങാത്ത ഒടുങ്ങാത്ത ഒരു ആഗ്രഹമായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഈമാൻ അകത്തുണ്ട് എന്നതിൻ്റെ കൂടി ഒരു തെളിവ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഹജ്ജിനെ കുറിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ, ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ, ഹജ്ജിന് പോകാതെ ഇവിടെ തുടരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് പടച്ചോനെ എനിക്കും ഹജ്ജ് നിർവഹിക്കണമല്ലോ എന്നുള്ളൊരു പൂതി നമുക്കുണ്ടാകും. നമ്മൾ നല്ലൊരു ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ല എന്നാണ്. സ്വർഗമാണ് അതിന്റെ പ്രതിഫലം. കഴിഞ്ഞകാല പാപങ്ങളെക്കുറിച്ച് പിന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ബേജാറില്ല, കരയേണ്ടതില്ല. സന്തോഷത്തോടു കൂടി നമുക്ക് അള്ളാഹുവിലേക്ക് ഞാനും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബേ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.